എൻ്റെ പേര് KG ജോൺ. വീട്ടിൽ വിളിക്കുന്നത് ജോയിക്കുട്ടി എന്നാണ്. ജനിച്ചത് കീക്കടൂരിൻ്റെ ഭാഗത്താണെങ്കിലും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ എന്നെ സീതത്തോട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തേക്ക്, അന്ന് കർഷകരായിരുന്നു എൻ്റെ അമ്മയും അപ്പനും. കൃഷിക്കായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ സ്ഥലമായിരുന്നു, കർഷകർക്ക് അനുവദിച്ച സ്ഥലമായിരുന്നു സീതത്തോട് എന്ന് പറയുന്ന സ്ഥലം. അവരങ്ങനെ ആ സ്ഥലത്ത് പോയി വന്യമൃഗങ്ങളോട് മല്ലിട്ട് വനം വെട്ടിത്തെളിച്ച് അവിടെ കൃഷിക്കായിട്ട് ഭൂമി ഡെവലപ്പ് ചെയ്തെടുത്തു. ആ സ്ഥലത്ത് മാതാപിതാക്കളോടൊപ്പം ചെറുപ്രായത്തിൽ തന്നെ അവിടെ പോയി അവരോടൊപ്പം ജീവിക്കുവാനും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ, വന്യമൃഗങ്ങളോടൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ചെറിയ പ്രായത്തിൽ 3-ലോ 4-ലോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പാർത്തുകൊണ്ടിരുന്ന വളരെ ചെറിയ ഒരു മുളങ്കൂട് കൊണ്ടുണ്ടാക്കിയ ഒരു വീടായിരുന്നു. ആ വീടിൽ പോലും കാട്ടാന വന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ, ഞാനും അമ്മച്ചിയും കൂടെ ഉറങ്ങിക്കിടന്ന കട്ടിലിൻ്റെ പുറത്ത് മണ്ണുകൊണ്ട് കെട്ടിയ മൺകട്ട കൊണ്ട് കെട്ടിയ വീടായിരുന്നു. ആ മൺകട്ട ഇടിച്ച് ഞങ്ങളുടെ കട്ടിലയിലേക്ക് വീണ് മറിഞ്ഞു. ഞാൻ അലറി കരഞ്ഞപ്പോൾ അമ്മച്ചി ചാടി എഴുന്നേൽക്കുകയും ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു സഹോദരൻ എനിക്ക് അന്ന് കൂട്ടുകിടക്കുവാനായിട്ട്, ഞങ്ങളുടെ ഭവനത്തിൽ അന്ന് അപ്പച്ചൻ അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്, അത് സഹോദരൻ പറഞ്ഞു, ചേട്ടത്തി വാ വെക്കരുത്, പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങളെ ശാസിച്ചു, വെള്ളത്തേക്ക് ഇറങ്ങരുത്, കാട്ടാനയുടെ ശല്യമാണ്, കാട്ടാന ഇറങ്ങിയിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് വനത്തിൽ പോയുള്ള പരിചയവും വനത്തിലെ മൃഗങ്ങളുമായിട്ടുള്ള അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ കാട്ടാനയുടെ സ്മെല്ലാണെന്നുള്ളത് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഞങ്ങൾക്കത് മനസ്സിലാക്കിയില്ല. അന്ന് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒക്കെ ആ ഒരു സഹോദരൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നൊരു പക്ഷെങ്കിൽ ഞാൻ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലായിരുന്നു. അത്രമാത്രം ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം അവിടെ പോയി പാർത്ത് ജനിച്ച് വളർന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായിട്ടുള്ള കർഷകരായിരുന്ന മാതാപിതാക്കൾക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ചിറ്റാറെന്ന് പറയുന്ന സ്ഥലത്ത് വരെ വാഹന സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് 4 മൈലോളം സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടന്ന്, തോട്ടം വഴിയായി AV തോമസ് ആൻഡ് കമ്പനിയുടെ തോട്ടമായിരുന്നു, ആ തോട്ടം വഴി നടന്നിട്ട് വേണമായിരുന്നു സീതത്തോട്ടിൽ എത്തിച്ചേരുവാൻ. ആ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും സാധന സൗകര്യങ്ങൾ, അതായത് അരി സാധനങ്ങൾ, പല വർഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഈ ചിറ്റാറിൽ നിന്ന് തലച്ചമുട് വഴി ചുമന്നുകൊണ്ട് സീതത്തോട്ടിൽ വന്ന് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന വ്യാപാരികളാണ് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങളുടെ ഇവിടേക്ക് വരുവാനുള്ള വാഹന സൗകര്യം എന്ന് പറയുന്നത് കാളവണ്ടി, 2 കാളം വരെ കാളവണ്ടി ഇന്നത് ലഭ്യമല്ല, കാണാൻ പോലും ഇല്ല. ആ കാലത്ത് കാളവണ്ടിയിലാണ് സാധന സാമഗ്രികൾ ഞങ്ങളുടെ അവിടേക്കൊക്കെയുള്ള കടകളിലേക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത്. ആ കാലങ്ങളിലൊക്കെ നടന്ന് മാതാപിതാക്കളോടൊപ്പം ചിറ്റാറിൽ നിന്ന് ഞങ്ങളുടെ സീതത്തോട്ടിലേക്ക് നടന്നു പോയ കാലങ്ങളൊക്കെ ഓർക്കുന്നു. പിന്നെ ബാല്യകാലം, ഞങ്ങളുടെ സ്കൂൾ ലൈഫ്, ആ സീതത്തോട്ടിൽ ആ കാലത്ത് ഒരു സ്കൂളില്ലായിരുന്നു. കൊച്ചുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അന്ന് ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഒരു വിദ്യാലയം ഉണ്ടായിരുന്നത്. അതിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ മാത്രമേ ആ സ്കൂളിൽ അന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ 4ാം ക്ലാസ് വരെ കൊച്ചുവയ്ക്കൽ സ്കൂളിൽ പഠിച്ചു. ആ കാലയളവിൽ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ഭാസ്കരൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കുടുംബക്കാരനും കൂടെ ആയിരുന്ന ഇല്ലത്തുപറമ്പിൽ ജോർജ് സാറ് എന്ന് പറയും. ആ ജോർജ് സാറിൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പോറ്റി സാറ്, ഗോപി സാറ്, അങ്ങനെ പല അധ്യാപകർ ആ കാലയളവിൽ ഞങ്ങളെ 4ാം ക്ലാസ് വരെ ആ കൊച്ചുവയ്ക്കൽ സ്കൂളിൽ ഞാൻ പഠിച്ചു. ആ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും സീതത്തോട്ടിൽ ഞങ്ങൾക്കൊരു സ്കൂൾ അനുവദിച്ച് ലഭ്യമാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ സീതത്തോട്ടിലുള്ള ഗ്രാമപ്രദേശത്തെ ഒരു ധനികനായിരുന്ന, അല്ലെങ്കിൽ അന്ന് പ്രൗഢ്യതയുണ്ടായിരുന്ന ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു വലിയ കാലായിൽ രാമപ്പണിക്കർ. അദ്ദേഹം ആ നാട്ടിലെ നല്ല ഒരു ജന്മിയും സൗകര്യമുണ്ടായിരുന്ന, അധികാരികളോട് സംസാരിച്ച് കാര്യങ്ങൾ നേടുവാനുള്ള ഒരു പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും
ഞങ്ങളുടെ പ്രദേശത്തുള്ള KRMPS വലിയ കാലായിൽ രാമപ്പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്നും ആ സ്കൂൾ നിലനിൽക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആ മലയോര പ്രദേശത്ത് വിദ്യ നേടുവാൻ തക്കവണ്ണം അന്ന് അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം വളരെയധികം പണം ചെലവാക്കി തന്റെ വളരെയധികം സ്ഥലം സൗകര്യം ആ സ്കൂളിന് വേണ്ടി മുടക്കി അദ്ദേഹം പണിത സ്കൂളില് എന്നെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുവാൻ ഇടയായി. അങ്ങനെ 5ാം ക്ലാസ്സിൽ ആയപ്പോഴേക്കും ഞാൻ സീതത്തോട് എന്ന് പറയുന്ന SHS അന്നത്തെ പേര് അതിനെ സീതത്തോട് ഹൈസ്കൂൾ എന്നാണ്. SHS ഹൈസ്കൂൾ വരെ അദ്ദേഹം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഞാൻ 10ാം ക്ലാസ് ആയപ്പോഴേക്കും 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതുന്ന സെന്റർ വരെ അദ്ദേഹം ആ സ്കൂളിനെ നേടിയെടുത്തു. ഞാൻ 10ാം ക്ലാസ്സും എഴുതിയത് അതേ സ്കൂളിൽ തന്നെ SHSൽ 1971 മാർച്ചിൽ ഞാൻ SSLC ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ എനിക്ക് പാസ്സാകുവാൻ ദൈവം ഇടയാക്കി. ഇതോടൊപ്പം പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മാതാപിതാക്കളെ വളരെ പരിമിതമായിട്ടുള്ള ജീവിത ശൈലികളും ജീവിത മുഖാന്തരങ്ങളുമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവർക്ക് ഞങ്ങളെ ജീവനുള്ള ദൈവത്തെ കാണിച്ചു തരുവാൻ ആ കാലങ്ങളിൽ ഒരു ദിവസം പോലും ഇല്ലാതെ രാവിലെ ഏറ്റവും അതിരാവിലെ തന്നെ എൻ്റെ പിതാവ് എഴുന്നേൽക്കും. ആ പ്രദേശത്തെ വന്യമൃഗങ്ങളോട് പടയടിച്ച് അയൽവക്കത്തൊക്കെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ പാട്ട് വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് പാട്ട് പാടുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ചുറ്റുപാടുമുള്ള അയൽവക്കക്കാരൊക്കെ ഉണർന്നിരുന്നത്. കൈതക്കുഴിയിലെ ജോർജ് എഴുന്നേറ്റ് പാട്ട് തുടങ്ങി എന്ന് പറഞ്ഞാണ് അയൽവക്കക്കാർ പോലും എഴുന്നേറ്റിരുന്നത്. അതുപോലെ തന്നെ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പിതാവായിരുന്നു. വളരെ ത്യാഗപരമായി ആ കാലത്ത് ഞങ്ങളുടെ സീതത്തോട്ടിൽ ഈ പറഞ്ഞ വലിയതുരുത്തി രാമപ്പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ അദ്ദേഹം ഒരു മാർക്കറ്റിനുള്ള സ്ഥലം കണ്ടെത്തി. അവിടെയായിരുന്നു ചന്ത ദിവസങ്ങൾ. ആഴ്ചയിൽ 2 ദിവസം ചന്ത ഉണ്ടായിരുന്നു. അതുവരെയും ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നു പോയാണ് ആളുകൾ ഈ തങ്ങളുടെ കൃഷി സാധനങ്ങൾ വിൽപ്പന നടത്തുകയും തങ്ങൾക്ക് ആവശ്യമുള്ള അരിസാധനങ്ങൾ പകരം മേടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ചന്ത എന്ന് പറയുന്നത് സീതത്തോട്ടിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ചിറ്റാർ വരെ പോകണമായിരുന്നു. പിന്നീട് സീതത്തോട്ടിൽ ഈ ചൊവ്വായും വെള്ളിയും 2 ദിവസം മാർക്കറ്റ് ദിവസമായിട്ട് ആ മാർക്കറ്റ് അവിടെ അങ്ങനെ ചന്ത ദിവസം ഉണ്ടാവുകയും ചെയ്തു. ആ ചന്ത സ്ഥലമൊക്കെ പണിതത് ഈ വലിയതുരുത്തി രാമപ്പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥലവും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും ആളുകളെ പറ്റിയിട്ടുള്ള മറ്റ് ഒരു വലിയ കരുതലുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകനാണ് ആ സ്കൂളിന്റെ മാനേജരായിട്ട് ഇന്നും ആ സ്കൂള് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ആ സീതത്തോടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു വലിയതുരുത്തിയിൽ കാലായിൽ രാമപ്പണിക്കർ. എൻ്റെ മാതാപിതാക്കളെ പറ്റി വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരത് സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു. ഈ മാർക്കറ്റിലൊക്കെ ഈ ചന്ത ദിവസങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ നിന്ന് പഴയ കാലത്ത് സുവിശേഷകന്മാർ വന്ന്, അതായത് ഉപദേശിമാർ, 1 രൂപ പോലും ശമ്പളം മേടിക്കാതെ കണ്ട് തങ്ങളുടെ ലഭ്യമായിട്ടുള്ള അറിവും കഴിവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചന്ത ദിവസങ്ങളിലൊക്കെ വന്ന് മാർക്കറ്റിൽ നിന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ച് വചനം ഘോഷിക്കുമായിരുന്നു. അങ്ങനെ അപ്രകാരം വചനം ഘോഷിച്ച് അവിടെ നിന്ന് പോകും. ഒരു മനുഷ്യർ പോലും അവിടെ ചുറ്റുപാടുകളിലൊക്കെ വലിയ കടകളുണ്ട്, കാപ്പിക്കടകളുണ്ട്, പലഹാരങ്ങളുണ്ട്, ആഹാരം എന്താ പറയുന്നത് ഊണൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യർ പോലും വിളിച്ച് ഈ മനുഷ്യർക്ക് ഒരു ചായ കൊടുക്കുകയോ ഒരു കാപ്പി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു പതിവില്ല. ആ പാവങ്ങള് രാവിലെ തൊട്ട് ചില മണിക്കൂറുകൾ അവിടെ നിന്ന് വളരെ ഉച്ചത്തിൽ വചനം ഘോഷിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ആരും ഒരു മനുഷ്യർ പോലും ഇവർക്ക് ഒരു വണ്ടിക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു ആഹാരം ഒരു നേരത്തെ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ള ആളുകളെ ചില സമയങ്ങളിലല്ല മിക്ക സമയവും എൻ്റെ പിതാവ് അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് തനിക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് വല്ല വണ്ടിക്കൂലിയും കൊടുത്തു വിടുന്നത് ഞങ്ങൾ ചെറുപ്പകാലങ്ങളിൽ കണ്ടു വളർന്നു. അപ്രകാരം മാർത്തോമാ സഭയിലാണ് അന്ന് ഞങ്ങൾക്ക് ഒരു ആരാധനാലയം ഉള്ളത്. എൻ്റെ പിതാവ് ആ കാലത്ത് മാർത്തോമാ സഭയിലായിരുന്നപ്പോൾ കൊച്ചുവൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർത്തോമായുടെ ദേവാലയം പണിയുന്നതിന് വേണ്ടി എൻ്റെ പിതാവിനെ പോലെ മറ്റ് പല പിതാക്കന്മാർ ആ കാലയളവിൽ പ്രയത്നിച്ചു. എൻ്റെ പിതാവും ആ കൂട്ടത്തിൽ ഒരു നേതൃനിരയിൽ നിന്നുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും ആ ആലയത്തിന് വേണ്ടി പണിയുവാനും പണി കഴിപ്പിക്കുന്നതിന് വേണ്ടി മുളയും ഈറയും ഒക്കെ
ആ കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ആ പ്രകാരം ഒരു മുളങ്കൂട്ട് കൊണ്ടാണ് ആദ്യം കൊച്ചുവയ്ക്കൽ ഒരു മർത്തമ്മ പള്ളി കെട്ടിപ്പണത്. ആ കാലയളവിൽ ആ ആലയത്തിലാണ് ഞാൻ പോയി ആദ്യ കാലങ്ങളിൽ സൺഡേ സ്കൂളൊക്കെ അഭ്യസിച്ചത്. എൻ്റെ അപ്പച്ചന് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ കൂടിയായിരുന്നു. അതുപോലെ തന്നെ എന്നെ നിലത്തെഴുത്ത് പഠിപ്പിച്ച് ഒരു ആശാനുണ്ടായിരുന്നു. ആ ആശാനും സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ആ കാലങ്ങളിലൊക്കെ ഞങ്ങളെ സൺഡേ സ്കൂള് അഭ്യസിപ്പിക്കുമായിരുന്നു. എന്നെ നിലത്തെഴുത്ത് പഠിപ്പിച്ചത് ആശാനാണ്. ആ ആശാൻ തന്നെയാണ് എന്നെ സ്കൂളിൽ കൊണ്ട് ആദ്യകാലങ്ങളിൽ ചേർക്കുകയും ഒക്കെ ചെയ്തത്. ഇത് വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അഭ്യസിപ്പിച്ചു. ഞങ്ങൾക്ക് മറ്റൊന്നും പറഞ്ഞു തരുവാനോ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുവാനോ ഞങ്ങളുടെ സ്ഥിതത്തോടെന്ന് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഹൈസ്കൂൾ മാത്രമാണ് പിൽക്കാലത്ത് ഉണ്ടായത്. ഒരു കോളേജിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് വേണമായിരുന്നു കോളേജിൽ പോകുവാൻ. അതുകൊണ്ട് ആ കാലത്തിൽ 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് കോളേജ് വിദ്യാഭ്യാസം ലഭ്യമാകുവാൻ അവിടെ സാധിച്ചില്ല. കോളേജിൽ പോകുവാനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം ചിറ്റാറ് വരെ നടക്കണം, ചിറ്റാറിൽ നിന്ന് പിന്നെ ബസ് കയറി പോകണം. അങ്ങനെ പോയി വന്ന് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ എനിക്ക് പോയി അവിടെ നിന്ന് താമസിച്ച് പഠിക്കുവാനുള്ള സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിലെ സഹോദരങ്ങളായിട്ട് ഞങ്ങള് 4 ആണുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളുമാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ മൂത്ത ഒരു സഹോദരനും ഒരു സഹോദരിയും, മൂത്തത് സഹോദരിയാണ്. സഹോദരിയും സഹോദരനും എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പകാലത്തിൽ സിഹത്തോട്ടിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ 2 പേരും അമ്മ വീട്ടിലും അപ്പൻ വീട്ടിലും ഒക്കെ ആയിട്ട് അവർ കീക്കുഴൂർ തന്നെ അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊണ്ട് ചെറുപ്പകാലം മുതൽ മാതാപിതാക്കളോടൊപ്പം പഠിച്ചതും വളർന്നതും ഒക്കെ ഞാനും പിന്നീട് എൻ്റെ താഴെയുള്ള സഹോദരങ്ങളുമാണ്. അപ്പൊ അപ്രകാരം ഞാൻ അവിടെ നിന്ന് പഠിച്ചു. എൻ്റെ സഹോദരങ്ങള് വല്ലപ്പോഴും ഇങ്ങനെ അവധിക്ക് ഞാൻ പോകുമ്പോഴാണ്, അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴാണ് എൻ്റെ മൂത്ത സിസ്റ്ററിനെ അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ അപ്പോഴേ എൻ്റെ ചിന്ത, എനിക്ക് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ സഹോദരനും സഹോദരിയും ഒക്കെ ഈ നാട്ടിൻ പ്രദേശത്ത് എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലോ ഒക്കെ നിന്ന് പഠിക്കുമ്പോൾ അവർക്ക് നല്ല സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ബസ് കയറി പോകുവാനും നല്ല സ്കൂളിലൊക്കെ പഠിക്കാനുള്ളതുകൊണ്ടല്ലോ എനിക്ക് മാത്രം എൻ്റെ ഈ വനയോര പ്രദേശത്ത് വന്ന്, അന്നത്തെ ചെറുപ്പകാലത്തെ ചിന്തയാണ്, അത്രമാത്രം എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ എനിക്കാണ് ആ ഭാഗ്യം ലഭിച്ചതെന്നുള്ളത് അന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും കരുതലും അനുഭവിച്ച് അവരോടൊപ്പം പാർത്ത് അവരുടെ സുഖവും ദുഃഖവും സന്തോഷവും അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കാവുന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമല്ല അന്ന് ഇവർക്ക് ലഭിച്ചത് എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ കാലത്ത് ബാല്യസ്യമായ ചിന്ത എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ദൈവ പദ്ധതിയായിരുന്നു എൻ്റെ മാതാപിതാക്കളോടൊപ്പം എനിക്ക് അധികം നാള് അവരുടെ കഷ്ടതയിലും പ്രയാസത്തിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരുടെ ഇല്ലായ്മയും വല്ലായ്മയും കണ്ടു വളരുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അവര് ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം തരികയും ദൈവമക്കളെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങളെ ആ വേദഭാഗങ്ങളെ രാവിലെയും വൈകിട്ടും കൃത്യനിഷ്ഠതയോടുകൂടെ വേദപുസ്തകം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. എൻ്റെ അപ്പച്ചന് വേദപുസ്തകത്തിനെ പറ്റി തനിക്ക് ലഭിച്ച അറിവും കഴിവും ആ നല്ലവണ്ണം വിനിയോഗിക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്രകാരം അപ്പച്ചൻ്റെ പാദപീഠത്തിലിരുന്ന് വേദപുസ്തകം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ കാലത്ത് എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ അത് മാത്രമാണ് ജീവിതത്തിൽ എനിക്ക് പാഠമായിട്ടുള്ളത്. അപ്പച്ചൻ എപ്പോഴും പറഞ്ഞു തരുന്ന ആപ്തമായിട്ടുള്ള ഒരു വാക്യം ഇതാണ്: മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും ലഭ്യമാകും. സകലവും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ സുഖവും സൗകര്യവും സമ്പത്തും എല്ലാം ലഭ്യമാകും എന്നുള്ള അതിന് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഒരു കാലത്തും ഞാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ഒരു സ്ഥലമായ ഈ അമേരിക്കയുടെ ഹൂസ്റ്റണിന്റെ പ്രദേശത്ത് ഇന്ന് ഞാൻ ആയിരിക്കാൻ എൻ്റെ ദൈവം നമ്പരാൻ എനിക്ക് തന്ന വലിയ ഭാഗ്യം, അന്ന് ദൈവം തന്ന ആ അപ്പച്ചൻ പഠിപ്പിച്ച ആ വാക്യം ആസ്പദമാക്കി അത് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചു. അതിനുവേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളെ അഭ്യസിപ്പിച്ചു. അതിന്റെ നന്മ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാൽ വളർത്തപ്പെടുവാൻ ലഭ്യമായ ആ ഒരു ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1971 ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ
ബാംഗ്ലൂരിൽ 71 തന്നെ ഒരു വർഷത്തേക്ക് എൻ്റെ ഒരു അയൽവക്കത്തുള്ള ഒരു സഹോദരൻ എന്നെ അവിടേക്ക് ജോലി ലഭ്യമാകുമെന്ന് പറഞ്ഞ് പോയി. ഒരു വർഷം അവിടെ ജോലിക്ക് വേണ്ടി പോയി. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചു പോയത് അവിടെ ചെന്ന് വലിയ നല്ല ജോലിയോ വല്ലതും ഇരുന്നു കൊണ്ടുള്ള ജോലിയോ ക്ലറിക്കൽ ജോലിയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നതെന്ന്. പക്ഷെങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയത് എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില്, ബോംബെയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റില് സൈറ്റ് സൂപ്പർവൈസറോടൊപ്പം ജോലി ചെയ്യുന്നതിനുള്ള ഭാഗ്യമാണ് ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ അന്ന് വിഷമം തോന്നിയെങ്കിലും പല കാര്യങ്ങൾ അന്ന് മനസ്സിലാക്കി, അന്ന് പ്രാഗൽഭ്യത്തോടെ ചെയ്യുവാനും കണ്ട് മനസ്സിലാക്കി, ഞാൻ അറിവില്ലാത്ത പല കാര്യങ്ങളും, എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കൂട്ടുകാർ ഒരുമിച്ച് പാർക്കേണ്ടതെന്നൊക്കെ ആ കാലത്ത് മനസ്സിലാക്കി. ഒരു വർഷക്കാലം അവിടെ താമസിച്ചതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന അതേ വർഷം തന്നെ എനിക്ക് ഡൽഹിയിൽ എൻ്റെ മൂത്ത സിസ്റ്റർ അന്ന് ഡൽഹിയിൽ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് അവിടെ ജോലി ആയി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ, മൂത്ത സഹോദരൻ അന്ന് ഓൾ ഇന്ത്യ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ബൈബിൾ സെമിനാരിയിൽ പഠിത്തം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒരു ബൈബിൾ കോളേജിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ട് അവിടെ തന്നെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ITI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭ്യമായി. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഡൽഹിയിൽ ചെന്ന് ഞാൻ ഒരു ദിവസം ട്രെയിനിൽ ചെന്ന് അവിടെ ചെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ദിവസം വൈകി പോയത് കൊണ്ട് എനിക്ക് ആ അഡ്മിഷൻ നിഷേധിച്ചു. അഡ്മിഷൻ ലഭ്യമായില്ല. പിന്നെ മടങ്ങി വന്ന് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനും ആ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ പോസ്റ്റലായിട്ട് എനിക്ക് ബിസിനസ് മാനേജ്മെന്റിനെ പറ്റിയുള്ള ഡിപ്ലോമ എടുക്കുവാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അപ്രകാരം ഞാൻ ആ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഗാസിബാദിൽ പ്രിസിഷൻ ടൂൾസ് ആൻഡ് കോമ്പണൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ ആദ്യം അവിടെ സ്റ്റോർ ഓഫീസറായിട്ട്, സ്റ്റോർ കീപ്പറായിട്ട്, സ്റ്റോർ ഓഫീസറായിട്ട്, പിന്നെ അവിടുത്തെ ക്വാളിറ്റി കൺട്രോളർ ഹെഡായിട്ടും പ്രൊഡക്ഷൻ ഹെഡായിട്ടും, ഫൈനലി ഞാൻ അവിടുന്ന് വിട്ടു പോരുമ്പോഴേക്കും ആ ഫാക്ടറിയുടെ മാനേജറായിട്ടും അവർക്ക് പിന്നെ 2-3 കമ്പനികളുണ്ടായി. ആ കമ്പനി ഒരുപാട് വർദ്ധിച്ചു. ആ കമ്പനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് വരെ എത്തിച്ചേർന്ന് വരുവാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. 1972 മുതൽ ഞാൻ 2006 അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ആയി പോകുന്നിടം വരെയും ആ കമ്പനിയിലെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അനേക ആളുകളുടെ പരിചരണവും കരുതലും സ്നേഹവും ഒക്കെ ആ ദിവസങ്ങളിൽ അനുഭവിക്കാൻ. അതോടൊപ്പം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ എനിക്ക് ആ കമ്പനിയുടെ ജോലിയോടുള്ള ബന്ധത്തിൽ പല ഗവൺമെന്റ് ഓഫീസുകളില്, പല സ്റ്റേറ്റുകളില് വലിയ വലിയ ഓഫീസർമാരുടെ വലിയ മിനിസ്ട്രി ലെവലിൽ വരെ പോയി എനിക്ക് ഡിഫൻസിലും അതുപോലെ തന്നെ എയർഫോഴ്സിലെ നേവിയിലും ഒക്കെ അവരുടെയൊക്കെ ഔദ്യോഗികമായിട്ടുള്ള തലപ്പത്തുള്ളവരുടെ അടുത്ത് വരെ പോയി നെഗോഷിയേഷനും മീറ്റിങ്ങുകളും ടെൻഡറുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുവാനുള്ള ആ ഒരു കാലയളവിൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു. 2006 ഞാൻ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോരുവാനുള്ള സാഹചര്യം എൻ്റെ മൂത്ത സിസ്റ്ററാണ്. എൻ്റെ മൂത്ത സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു റാഫിയിലാണ്. എനിക്ക് അവരോടുള്ള സ്നേഹവും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അവരമ്മ കാണിച്ച സ്നേഹം അവർക്കൊന്നും അധികമായിട്ട് എനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും ഞങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും, എൻ്റെ വൈഫ് എന്നോടൊപ്പം ഉണ്ടല്ലോ, എൻ്റെ ഇളയ മോള് ജെൻസി, ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് 2006 ഇങ്ങോട്ട് വരുവാൻ തക്കവണ്ണം വളരെ ദീർഘവീക്ഷണത്തോടെ എല്ലാ സഹോദരങ്ങളെയും ഈ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ചേച്ചിക്ക്, എൻ്റെ പെങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ ഒരു കുടുംബമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ മൈഗ്രേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം അവര് നേരത്തെ പേപ്പർ വർക്കുകൾ ചെയ്തു. അതിന്റെ പിന്നിൽ അവരുടെ വളരെ സഹിഷ്ണുതയും അധ്വാനവും കരുതലും ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവം തമ്പുരാൻ തന്ന ഒരു ഭാഗ്യമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഇവിടെ സെറ്റിലാക്കി 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അളിയനും എൻ്റെ മൂത്ത പെങ്ങളും അളിയനും അവരിന്ന് ജീവനോടെ ഉണ്ട്. റാന്നിയുടെ പ്രദേശത്ത് അവരവിടെ സെറ്റിലായി. ഡാളസിലായിരുന്നു ഞങ്ങൾ വന്നത്. 2006 ഡാളസിൽ വന്നു. 2006 മുതൽ 2023 വരെ ഞങ്ങൾ ഡാളസിൽ 17 വർഷക്കാലം ഞാനും എൻ്റെ വൈഫും എൻ്റെ ഇളയ മോള് ജെൻസി മോള് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നു. അവിടെ പാർത്തു. ജെൻസി മോള് അന്ന് നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല.
BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് സെമിസ്റ്റർ ആയിരുന്നു. അവൾ മടങ്ങിപ്പോയി, അവളുടെ സെമിസ്റ്റർ പൂർത്തീകരിച്ച് ഗ്രാജുവേഷൻ ചെയ്ത് അവൾ മടങ്ങി വന്നു. ഇവിടെ വന്ന് വീണ്ടും അവൾക്ക് തുടർന്ന് പഠിക്കുവാനും തുടർന്ന് ജോലി ചെയ്യുവാനും, എന്നാൽ ഇവിടെ ഹൂസ്റ്റണിൽ അവള് ഒരു വുമൺസ് ഹോസ്പിറ്റലിന്റെ പേഷ്യൻ കെയറിന്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവളെ ആ കരങ്ങളിൽ ഉപയോഗിച്ചു. അവളും കുടുംബവും ഇനി ഹൂസ്റ്റണിലോട്ട് മൂവ് ചെയ്തത് എന്തുകൊണ്ടാണ്, ഞങ്ങൾ 2023 ഞങ്ങൾ രണ്ടുപേരും അവിടെ എയർപോർട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. ഞങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ചു. ജോലിയിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പല മേഖലകളിൽ വർക്ക് ചെയ്യുവാനും വന്ന സമയത്ത് ഞാൻ അമേരിക്കൻ എയർലൈൻസിന്റെ ബാഗേജ് സർവീസിൽ ആണ് ആദ്യകാലങ്ങളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്തമായ മേഖലയായിരുന്നു. ഞാൻ ഒരിക്കലും ആ ലൈനിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാനൊരു ഫാക്ടറിയുടെ ഉന്നത തലപ്പത്തിരുന്ന് ജോലി ചെയ്ത് അവിടുത്തെ കൾച്ചർ, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിന്റെ കൾച്ചർ, അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യുന്നതിന്റെ കൾച്ചർ, അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയിൽ അസിസ്റ്റ് ചെയ്യുവാനായിട്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന്, ലെറ്റർ എഴുതുന്നതിന്, വെള്ളം കൊണ്ടുതരുന്നതിന്, കാപ്പി കൊണ്ടുതരുന്നതിന് എല്ലാത്തിനും പിയൂണിന്റെ സൗകര്യവും ക്ലർക്കിന്റെ സൗകര്യവും സ്റ്റെനോഗ്രാഫറിന്റെ സൗകര്യവും ഒക്കെ ഉണ്ട്. ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ബാഗേജ് സർവീസിൽ ജോലി ചെയ്യുന്നു. ഇവിടെ സൂപ്പർവൈസർമാരുണ്ട്, ഇവിടെ മാനേജർമാരുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന മാനേജരും തന്നെ പോയി എടുത്തു കുടിക്കണം. ജോലി ചെയ്യുന്ന കീഴ് ജീവനക്കാരനായ ഒരു സ്വീപ്പർ ആണെങ്കിൽ പോലും അവനും പോയി തന്നെ എടുത്തു കുടിക്കണം. നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ ആ ഇന്ത്യയുടെ കൾച്ചറാണ് ഇവിടെയും വന്നപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ എല്ലാവരും പോയി അവനവന്റെ ആവശ്യത്തിനുള്ളത് ആഹാരം വേണമെങ്കിൽ തന്നെ കൊണ്ടുവരുന്നു, തന്നെ മേടിക്കുന്നു, തന്നെ എടുത്ത് കഴിക്കുന്നു. ആ ഒരു കൾച്ചറും ആയിട്ട് ആദ്യ കാലങ്ങളിലൊന്ന് ഇണങ്ങിച്ചേരുവാൻ വളരെ വ്യത്യാസം. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലല്ല ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ്, സ്കൂളിൽ പഠിച്ച ഇംഗ്ലീഷും അല്ലെങ്കിൽ അവിടെ ജോലിയിൽ ചെയ്തിരുന്ന ഇംഗ്ലീഷും ഇവിടെ വന്ന് അമേരിക്കയിൽ വന്നിട്ട് ഇവിടുത്തെ സംസാര രീതികൾ, ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ട്രെയിനിങ്ങിൽ ആദ്യത്തെ ദിവസം ട്രെയിനിങ് തന്നത് ഒരു ബ്ലാക്ക് മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് തലയുടെ മുകളിൽ കൂടെ പോകുന്ന, അല്ലാതെ അദ്ദേഹം എന്തോ പറയുന്നെന്നുള്ള ആക്സെന്റ് പോലും മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവില്ലായിരുന്നു. അത്രയ്ക്ക് എത്ര വലിയ ഇംഗ്ലീഷ് അറിയാൻ വലിയ പഠിത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ പറയുന്ന ആ ആക്സെന്റ് അവര് നമ്മളെ തല്ലാൻ വരുന്നത് പോലെ നമ്മുടെ അവരുടെ ആക്സെന്റ് നമുക്ക് ഫീൽ ചെയ്തു. എനിവേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു, പെട്ടെന്നത് മനസ്സിലാക്കി. ഒരു വർഷത്തോളം അല്പം പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ആ ജോലിയിൽ പിടിച്ചു നിൽക്കുവാനും, ആ ജോലി ഒരു 2-3 വർഷക്കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ DFW എയർപോർട്ടിന്റെ ബോർഡിൽ എനിക്ക് അവിടെ പാർക്കിംഗ് ഡിവിഷനിൽ ഒരു ജോലി ലഭിച്ചു. അത് കുറെ കൂടെ ബെനിഫിറ്റ് ഉള്ളതും മറ്റ് ജോലിയേക്കാൾ വ്യത്യസ്തമായതായിരുന്നു. ആ ജോലിയിൽ ഞാൻ 2023 ഈ റിട്ടയർമെന്റ് എടുക്കുന്നിടം വരെയും ആ ജോലിയിൽ തുടരുവാൻ ദൈവം സഹായിച്ചു. 2023 മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ ഈ വീട് മേടിച്ച് ഈ ഹൂസ്റ്റന്റെ പ്രദേശത്തേക്ക് മൂവ് ചെയ്തത്. അതോടൊപ്പം ഞാൻ ഇവിടെ ഇതിനിടയ്ക്ക് പറയാൻ മറന്നുപോയത്, നാട്ടിലെ ഞാൻ ചെറുപ്പകാലങ്ങളിൽ വളർന്നത് മർത്തോമ സഭയുടെ സൺഡേ സ്കൂളിലാണെന്ന് പറഞ്ഞല്ലോ. സൺഡേ സ്കൂളിൽ 1961 എൻ്റെ പിതാവ് ഇവാഞ്ചലിക്കൽ സഭ എന്ന് പറയുന്ന പത്യോപദേശ സമിതി, പിൻകാലത്ത് അത് ഇവാഞ്ചലിക്കൽ സഭയായി രൂപം കൊള്ളുന്ന 1961 ആ സ്ഥാപക നേതാക്കന്മാരോടൊപ്പം എൻ്റെ പിതാവും ആ ചില സ്ഥാപക നേതാക്കന്മാരോടൊപ്പം തന്നെ മാർത്തോമാ സഭയിൽ നിന്ന് മാറി ഇവാഞ്ചലിക്കൽ സഭയിലേക്ക് അംഗത്വം സ്വീകരിക്കുകയും അന്ന് മുതൽ ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു അംഗമായിട്ടാണ് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോഴും അവിടെ ഡൽഹിയിലുള്ള സഫ്ദർജംഗ് ഇടവകയുടെ ഒരു ഭാഗമായിട്ട് നിലകൊള്ളുവാനും വിവിധ മേഖലകളിൽ അവിടെ പ്രവർത്തിക്കുവാനും അവിടുത്തെ ഇടവകയുടെ പല പല ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കാനും ബാക്കി കേരളത്തിൽ തന്നെ ഒരു കൂട്ടായ്മയും അതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം അതിൻ്റെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളൊക്കെ വഹിക്കുവാൻ ദൈവമിടയാക്കി. വീണ്ടും ഡാളസിൽ വന്നപ്പോഴും ആ ഇവാഞ്ചലിക്കൽ സഭയുടെ തന്നെ ഒരു കോൺഗ്രിഗേഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഇടവകയുടെ ഭാഗമായിട്ട് ഇർവിങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ആലയം ഉണ്ടായിരുന്നു. ആ ആലയത്തിലും അവിടെയും ദൈവം തന്ന കഴിവുകൾ, അതൊക്കെ ബാല്യകാലത്ത് എൻ്റെ പിതാവ് തന്നെ ആ ഒരു പാതയിൽ ഞങ്ങൾക്ക് നിലകൊള്ളുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് നിലകൊള്ളുവാനും ഞങ്ങളാൽ ആവോളം കഴിവതോളം ദൈവമക്കളെ സ്നേഹിക്കാനും കരുതുവാനും ഞങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച്
അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുവാനും ദൈവം അവസരങ്ങളെ തന്നു. ഈ ഹൂസ്റ്റണിൽ വന്നു. ഇവിടെയും ഗ്രേറ്റർ ഹൂസ്റ്റണിൽ ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട്. ആ ഇടവകയോട് ചേർന്ന് ഞങ്ങൾ ഇന്നും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നടത്തി. ഇനിയുള്ള ആയുസ്സും ശിഷ്ടയായുസ്സും ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങളാൽ ആവോളം കഴിവതും പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് ഒത്തിരി ചെയ്യാനില്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവിക പാതയിൽ വളർത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കഴിവും പ്രാർത്ഥനയും അതിനുവേണ്ടി മാത്രമാണ്. ഇവിടെ ഞങ്ങളുടെ ഇളയ മകള് ജൻസി, അനീഷ്, അവർക്ക് 2 കൊച്ചു മക്കളെ ദൈവം ഞങ്ങൾക്ക് ഇവിടെയുള്ള മകൾക്ക് തന്നിട്ടുണ്ട്. മൂത്ത മകള് നാട്ടിൽ തന്നെയാണ് ഒമ്പനാട്ട് പാർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവാഞ്ചലിക്കൽ സഭയുടെ സഭാ ആസ്ഥാനത്തുള്ള സഭയുടെ ആസ്ഥാനത്ത് സഭാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സജി മാത്യു അച്ഛനാണ് എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർക്കും 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. അവരുടെ മൂത്ത മകൾ ഇപ്പോൾ ജോർജിയയിൽ, റഷ്യയിലുള്ള ജോർജിയയിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ മകള് ഇപ്പോൾ 10ാം ക്ലാസ്സിന് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ 1-ാം തീയതി മുതൽ അവളുടെ പ്രീ ബോർഡ് എക്സാം തുടങ്ങുകയാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവിക കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശിഷ്ടങ്ങളായ ഈ കുഞ്ഞുങ്ങളെ ദൈവിക പാതയിൽ വളരണം, ദൈവത്തെ അറിയുന്നവരായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി വളർന്നു വരണം. അത് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹവും അഭിലാഷവും. ദൈവം അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. ഇത് നിർത്തുന്നതിന് മുമ്പ് 2 കാര്യം കൂടെ. അച്ഛൻ ചെറുപ്പത്തിലോട്ടൊന്ന് തിരിച്ചു പോയാൽ സ്കൂൾ ജീവിതത്തോടൊപ്പം എന്തെങ്കിലും സ്പോർട്സോ വായനയോ റീഡിങ്ങോ എന്തെങ്കിലും പേരൻസിനെ സഹായിക്കുന്ന വലിയ വലിയ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കുറച്ചുണ്ട്. അതുപോലെ പഠിപ്പിച്ച സാറന്മാരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ പഠിപ്പിച്ച സാറന്മാരെ ഞാൻ കൊച്ചുവയ്ക്ക സ്കൂളിലെ സാറന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ സീതത്തോട് ഹൈസ്കൂളില് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒത്തിരി വലിയ ആക്ടിവിറ്റീസ് ഇല്ലായിരുന്നു. സ്കൂളിന്റെ പ്രാഥമിക തുടക്കകാലമായപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡ്രിൽ മാസ്റ്റർ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ജോൺ സാറാണ്. അദ്ദേഹം ഞങ്ങള് സ്കൂൾ ഗ്രൗണ്ടും പ്ലേ ഗ്രൗണ്ടും ഒന്നും ഒത്തിരി വലുതായിട്ട് പണിതിട്ടുണ്ടായിരുന്നില്ല. ആ സ്കൂൾ ഗ്രൗണ്ട് വളരെ പരിമിതമായിരുന്നു. അവിടെ വോളിബോൾ കളിക്കുവാനുള്ള ഒരു പ്രാക്ടീസും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വലിയ കലാപരിപാടികളോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് അന്നത്തെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സീതത്തോട് ഹൈസ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ സുകുമാരൻ നായർ സാറായിരുന്നു. സുകുമാരൻ നായർ സാറും പിന്നീട് അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ ആയിരുന്ന എൻ്റെ ക്ലാസ് ടീച്ചറും കൂടെ ആയിരുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഗോപാലൻ നായർ സാറായിരുന്നു. ഗോപാലൻ നായർ സാറ് എനിക്ക് 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറും. അദ്ദേഹം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ HM ഒരു വർഷത്തേക്ക് അവധിയായപ്പോൾ അദ്ദേഹം ഇൻചാർജായിട്ട് ഹെഡ് മാസ്റ്റർ ഇൻചാർജായിട്ട് ഇരിക്കുന്ന കാലയളവിൽ 1970-71 അദ്ദേഹമാണെന്ന് ഗോപാലൻ നായർ സാറായിരുന്നു ഹെഡ് മാസ്റ്റർ ഇൻചാർജ്. ആ കാലയളവിൽ എനിക്ക് അദ്ദേഹത്തിന്റെ വളരെ കരുതലും സ്നേഹവും, അദ്ദേഹം വീട്ടിൽ കൊണ്ട് നിർത്തി സംശയമുള്ള കാര്യങ്ങൾ ചിലതൊക്കെ പറഞ്ഞു തരുവാൻ ചില കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ 1 പൈസ പോലും ഫീസ് മേടിക്കാതെ ഞങ്ങൾ 8 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 7:30 അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള പോർഷൻസ് ഡൗട്ട് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്തു തരുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അവരെയൊക്കെ ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദി പഠിപ്പിച്ചിരുന്നത് ഞങ്ങളുടെ കൊടച്ചാട്ടൂരിലെ സാറായിരുന്നു. സാവിത്രി എന്നാണ് ടീച്ചറിന്റെ പേര്. സാവിത്രി സാറ് ഒരുപാട് സ്നേഹത്തോടും വാത്സല്യത്തോടും ഒരു മാതാവിന്റെ സ്നേഹത്തോടും കൂടെ തന്നെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ശിക്ഷിക്കുന്ന അധ്യാപകന്മാരും ഉണ്ടായിരുന്നു. വാസുകുട്ടി സാറ് ഒക്കെ കുറച്ച് ശിക്ഷണ നടപടികളിൽ കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. എന്നാൽ ഈ ചില അധ്യാപകന്മാർ വളരെ വാത്സല്യത്തോടെ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കുന്ന വളരെ സ്നേഹവാത്സല്യത്തോടെ കരുതിയ പല അധ്യാപകന്മാരുണ്ട്. അതില് സാവിത്രി സാറ്, രത്നവല്ലി സാറ്, അവരൊക്കെ വളരെ സ്നേഹത്തോടെ കരുതലോടുകൂടെ മോനെ മോളെ എന്നും പറഞ്ഞ ആ ഒരു രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ആ ഒരു വാത്സല്യം ഒക്കെ ഞാൻ ഓർക്കുന്നു. അല്ലാതെ സ്പോർട്സ് പരമായിട്ട് ഒത്തിരി ഞങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഇല്ല. തന്നെയല്ല, ഞങ്ങളുടെ വീടുകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പോർട്സിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ സമയം ഒത്തിരി പോകും. ഞങ്ങളുടെ വീട്ടിൽ അന്ന് കന്നുകാലിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള കന്നുകാലികളെ പരിപാലിക്കേണ്ട ചുമതല എന്റേതായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാല്യകാലത്ത് ഞാനാണ് അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നതിൽ മുന്നിലുള്ള. അപ്പൊ വീട്ടിലെ ഉത്തരവാദിത്തം, വീട്ടിലെ കൃഷിക്ക് അപ്പച്ചനോടൊപ്പം
കാർഷിക മേഖലകളിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ പോകാൻ, വീട്ടിലെ കന്നാലിക്ക് പുല്ല് പറിച്ചുകൊണ്ട് വരിക, അതിനെ പരിപാലിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തിലുള്ളത് കൊണ്ട് ഈ സ്പോർട്സ് കാര്യങ്ങളിൽ ഒത്തിരി സമയം ചെലവഴിക്കാൻ എനിക്ക് ലഭ്യമായിരുന്നില്ല. അത് ഞാൻ അവിടെ ചെലവഴിച്ചാൽ ഇവിടെ വന്ന് എനിക്ക് പോച്ച പറിക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളിൽ ഒരുപാട് ചുമല് കൊടുക്കേണ്ട ആവശ്യവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. അപ്രകാരം ആ ചുമല് കൊടുക്കുവാൻ എനിക്ക് ദൈവം കഴിവ് തന്നു. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഓർക്കുന്നു. അതിന്റെ നന്മയാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് ദൂരം പോയ സ്ഥലം ഏതൊക്കെയായിരിക്കും? കോട്ടയത്തിനോ എറണാകുളത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു? അതിനു മുമ്പ് പോയിട്ടുള്ളതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ചിറ്റാറിൽ നിന്ന് കീക്കൊഴി വരെ പോകുന്നതിന് ചിറ്റാർ വരെ നടന്നു വരിക. അത് കഴിഞ്ഞിട്ട് 1-2 ബസ്സാണ് ഉള്ളത്. വാളിപ്ലാക്കൽ മോട്ടോർ സർവീസ് VMS എന്ന് പറഞ്ഞൊരു ബസ്സാണ് ഞങ്ങളുടെ ആദ്യകാലത്ത് അവിടെ ഉള്ളത്. ആ ബസ് രാവിലെ ഒന്ന് വന്നേച്ച് പിന്നെ വരുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. അപ്പൊ ചിറ്റാർ വരെ നടന്നു വന്ന് അവിടെ ഏതെങ്കിലും ഒരു കടയിലോ ബസ് സ്റ്റാൻഡിലോ നിന്നിട്ട് ആ ബസ് വരുമ്പോൾ അവിടുന്ന് കയറി ഇറങ്ങി കുമ്പളാമ്പയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങും. ആ കുമ്പളാമ്പയിൽ ഇറങ്ങിയിട്ട് നടന്നിട്ട് ഉദിമൂട് വഴി നടന്ന് ഷോർട്ട് കട്ട് വഴിയാണ് കീക്കൊഴൂർ എന്ന പ്രദേശത്ത് എത്തിച്ചേരുന്നത്. ആ കീക്കൊഴൂരാണ് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വീടും. അമ്മാച്ചൻ്റെ വീട്ടിലാണ് ഞാൻ കൂടുതലും സമയം ചെലവഴിക്കുന്നത്. അപ്പച്ചൻ്റെ വീടും കീക്കൊഴൂർ തന്നെ. സഹോദരങ്ങളൊക്കെ അപ്പുറത്ത് പാർക്കുന്ന അയൽവക്കങ്ങളിലായിരുന്നു. എന്നാൽ അധിക സമയവും ഞാൻ എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലാണ് പോയി നിൽക്കാറുള്ളത് അവധി ദിവസങ്ങളിലും. കാരണം അത് അമ്മാച്ചൻ്റെ ഒരു മകന് എൻ്റെ സമപ്രായക്കാരനായിരുന്നു. ഞങ്ങളെ ഒരുമിച്ച് കളിച്ച് വളരുവാനും പഠിക്കുവാനും. അതോടൊപ്പം അമ്മാച്ചനും അമ്മാവിയും ഇന്നും അമ്മാവി ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മാവിയുടെ ഒരുപാട് കരുതൽ, സ്നേഹം, അമ്മാവിയുടേതായിട്ടുള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ, സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ആസ്വദിപ്പാൻ ദൈവം ഇടയാക്കി. ഈ കഴിഞ്ഞ വർഷവും ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അമ്മാവി ഇന്നും ജീവിച്ചിരിക്കുന്നു. അമ്മാവിയുടെ ആ കരുതലും സ്നേഹവും എപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ ആ കാലത്ത്. അന്ന് ചെറുപ്പത്തിൽ പഠിച്ച ഏതെങ്കിലും കവിത ഓർമ്മ വല്ലതും ഉണ്ടോ? ഒരു 2 ലൈൻ പാടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ബൈബിളിലെ നമ്മുടെ ഒരു ക്രിസ്തീയ പാട്ട് പാടാം. ക്രിസ്തീയ പാട്ടിനോട് എനിക്ക് എപ്പോഴും താല്പര്യം ആ ക്രിസ്തീയ പാട്ടാണ് കൂടുതലും ഉള്ളത്. കവിതകൾ പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ഒരു ഏബ്രഹാം സാറ്, അദ്ദേഹം ഒരു ക്രിസ്തീയ അനുഭാവിയായിരുന്നു. അദ്ദേഹം ക്രിസ്തീയമായിട്ടുള്ള ഞങ്ങളുടെ LDS പീരീഡുകളിലൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ അദ്ദേഹം പാട്ട് പാടുമായിരുന്നു. അദ്ദേഹം പാടിയ ഒരു പാട്ടിന്റെ ശരിക്കും ആ പാട്ട് എനിക്ക് അതിന്റെ മീനിങ്ങോ അതൊന്നും അറിയത്തില്ല. അദ്ദേഹം അത് പാടിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു LDS പീരീഡിൽ പാടിയ അദ്ദേഹത്തിന്റെ പാട്ട് ഇങ്ങനെയാണ്: ജിബ്ലാട്ടർ പാറമേൽ തള്ളും തീര പോലീച്ചോണി തലത്തിലെ പ്രയാസങ്ങൾ, ജിബ്ലാട്ടർ പാറമേൽ തട്ടും തീര പോലീച്ചോണി തലത്തിലെ പ്രയാസങ്ങൾ. അതിന്റെ ബാക്കി എനിക്കറിയാം, ഓർമ്മയില്ല. അദ്ദേഹം പാടിയ പാട്ട് ഒരു മടിയും കൂടാതെ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ സാക്ഷ്യം പറയുവാനും ക്രിസ്തീയ പാട്ടുകൾ പാടുവാനും അദ്ദേഹം കാണിച്ച ആ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഞാൻ എൻ്റെ പിതാവ് എപ്പോഴും പാടുന്നതാണ്: എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ.